അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് എച്ച് പിയുടെ ഒമ്നി ബുക്ക് സീരീസിൽ ഒമ്നി ബുക്ക് എക്സ് പറഞ്ഞാൽ നിലവിൽ വരുന്ന എച്ച് പി എൻ വിയുടെ മോഡലാണ്. ഒമ്നി ബുക്ക് എക്സ് ആണ്, ഫ്ലിപ്പാണ്. എൻ വിയിൽ X36 വരുന്ന മോഡലിന് അഗേൻസ്റ്റ് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഒമ്നി ബുക്ക് എക്സ് ഫ്ലിപ്പാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഏതായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് കാരണം ഒമ്നി ബുക്ക് എക്സ് സീരീസ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നത് ഞാൻ വേറെ എവിടെ നോക്കി കണ്ടില്ല. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് എച്ച് പിയുടെ ഒമ്നി ബുക്ക് എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലാപ്ടോപ്പാണ് മാറ്റി വെക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് യൂസർ മാനുവൽ ആയിരിക്കും. സാധാരണ എല്ലാ ലാപ്ടോപ്പിലും വരുന്ന യൂസർ മാനുവൽ. ഒരു കാര്യപ്പെട്ടൊന്നും ഉണ്ടാവില്ല. ചാർജ് അപ്പോൾ ഇതിൽ 65 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. ടൈപ്പ് സി അഡാപ്റ്ററാണ്, വളരെ ചെറുതാണ്, കോമ്പാക്റ്റബിൾ ആണ്. ഇവിടെ പവർ കോഡും വരുന്നുണ്ട്. പവർ കോഡ് ജസ്റ്റ് കണക്ട് ചെയ്താൽ ഓക്കെ. പിന്നെ പെന്ന് നമ്മളെ X360 ടച്ചിലൊക്കെ വരുന്ന പെന്നാണ്. എച്ച് പിൻ്റെ കൺസ്യൂമർ സെഗ്മെൻറ്റിലൊക്കെ സെയിം പെൻ തന്നെ വരിക. അതിൽ 2 പിന്നും കാര്യങ്ങളും വരുന്നുണ്ട്. അതും ടൈപ്പ് സി ചാർജിങ്ങിലാണ് ഇത് വരിക. ചാർജറിൻ്റെ കൂടെ വരില്ല. നമുക്ക് ലാപ്പിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസ് അഡീഷണൽ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒമ്നി ബുക്ക്. 14 ഇഞ്ചിൽ വരുന്നതാണ്. ഇത് അൾട്രാ 5 ആണ്. അൾട്രാ 5ൽ 16 GB 512 GB SSD വരുന്ന മോഡലാണ് ഒമ്നി ബുക്കിൽ. ഇത് 40 ടോപ്സാണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. നെക്സ്റ്റ് ജനറേഷൻ AI ആണ്. നെക്സ്റ്റ് ജനറേഷൻ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പൈലറ്റ് പ്ലസ് വരും, പെയിൻറ്റ് കോ ക്രിയേറ്റർ വരും, 40 ടോപ്സിന് എബോവ് വരും, അങ്ങനത്തെ വരുന്ന മോഡലാണ്. അതുപോലെ എച്ച് പിൻ്റെ തന്നെ AI ഫീച്ചേഴ്സായ HP കോമ്പാനിയൻ വരും, അതുപോലെ മൈ HP വരും, അതുപോലെ പോളിൻ്റെ ക്യാമറ വരുന്ന മോഡലാണ്. 16 GB 512 വിൻഡോസ് MS Office 24 നെക്സ്റ്റ് ജനറേഷൻ AI ആണ്. നെക്സ്റ്റ് ജനറേഷൻ AIൻ്റെ ലോഗാണ് ഇത് വരുന്നത്. ഒമ്നി ബുക്ക് എക്സ് ഫ്ലിപ്പാണ്. നമുക്ക് ഫ്ലിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ടച്ചിനാണ്, X360 ടച്ചിൽ എന്നാണ് നമ്മളെ ഒമ്നി ബുക്കിൻ്റെ മോഡൽ. ഡിസൈൻ വൈസിൽ നല്ല ലുക്കായിട്ടുണ്ട്. HP അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ എൻവിനെക്കാട്ടിലും. ബോഡിയിലായാലും ബാക്കി കീബോർഡായാലും എല്ലാം. അൾട്രാ 5ൻ്റെ EVO സർട്ടിഫൈഡ് പ്രൊസസ്സറാണ്. അൾട്രാ 5ൽ 47 ടോപ്സാണ് ഇത് വരുന്നത്. ടോപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ AI ഫീച്ചർ NPUൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുന്ന ടോപ്സ്. അതായത് അൾട്രാ 5 എന്ന് പറയുന്നത് ഈ മോഡലിൽ നമുക്ക് 47 ടോപ്സിൽ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ AI PC ആണ്. നമുക്കിത് ഇനി ഓണാക്കി നോക്കാം. ഇപ്പോൾ ടൈപ്പ് സി ആണ് ചാർജർ. ടൈപ്പ് സിക്ക് 2 പോർട്ട് ഉണ്ട്. HDMI പോർട്ട്, ഒരു USB പോർട്ട്, ഇവിടെ ഒരു USB പോർട്ട്, ഓഡിയോ പോർട്ട്. പിന്നെ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഒരു 4 സ്ക്രൂവിലാണ് ഇത് വരുന്നത് കേട്ടോ. പോളി സ്റ്റുഡിയോൻ്റെ ക്യാമറയാണ്, സ്പീക്കറൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒമ്നി ബുക്ക് ഇഞ്ചിൻ്റെ ഒരു സൈഡിൽ അടിപൊളിയായി മോഡൽ, നല്ല ഡിസൈനാണ്, നല്ലൊരു പ്രീമിയം ലുക്കപ്പ് തന്നെ വേണം. അത്യാവശ്യം നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ ബട്ടൺ കീബോർഡിലാണ് വരുന്നത്. നമ്മൾ കീബോർഡ് ഓണാക്കി, കീബോർഡും പവർ ബട്ടൺ ഓണാക്കി. 14 ഇഞ്ച് തന്നെ ന്യൂമറിക് കീപാഡ് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ കോപ്പൈലറ്റിൻ്റെ എംബ്ലം വരും. പവർ ബൈ നെക്സ്റ്റ് ഈ എംബ്ലം വരുന്നത് നെക്സ്റ്റ് ജനറേഷൻ AI ഉള്ള സിസ്റ്റത്തിന് മാത്രമാണ് ഈ എംബ്ലം വരുള്ളൂ. ഇതില്ലാത്ത നെക്സ്റ്റ് ജനറേഷൻ AI അല്ല, AI എൻഹാൻസ്ഡ് ലാപ്ടോപ്പാണ്. നമ്മൾ ആദ്യം ഒരു വിൻഡോസ് ഒറിജിനലാണ്, അത് ജസ്റ്റ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാസ്റ്റായിട്ട് തന്നെ ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 47 ടോപ്സ് ഉണ്ട്, NPU ഉണ്ട്, സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1.5 മിനിറ്റിന് താഴെയാണ് നമുക്ക് അത് ബൂട്ട് ചെയ്യാൻ ടൈം എടുത്തുള്ളൂ. വിൻഡോസ് സെറ്റപ്പ് ചെയ്യാൻ ടൈം എടുത്തിട്ടോ. ബൂട്ടിങ്ങിനല്ല, വിൻഡോസ് സെറ്റപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാൻ 1.5 മിനിറ്റിന് താഴെ ആണ് നമുക്ക് കറക്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണ്, നമുക്ക് തീമിലൊക്കെ വിൻഡോസിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ വിൻഡോസാണ് വരുന്നത് 11 തന്നെ. നമുക്ക് അതുപോലെ കോപ്പൈലറ്റ് പ്ലസിൻ്റെ ഡയറക്റ്റ് ബട്ടൺ വരും. ഓക്കെ, കോപ്പൈലറ്റ് പ്ലസ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് HP അഡീഷണൽ ഫീച്ചേഴ്സാണ് ഈ മൈ HP എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സിസ്റ്റത്തിനെ
ഫുള്ളായിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ സെറ്റ് പെർഫോമൻസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വൈഫൈ അടിച്ചോ എച്ച് പിൻ്റെ മാത്രം സിസ്റ്റങ്ങളാണ് മൈ എച്ച് പി. ഓക്കെ, ടച്ചൊക്കെ വളരെ സ്മൂത്തായി അക്സെപ്റ്റുകൾ കൊടുക്കണം. ഇതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി അക്കൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലേ, നമുക്ക് നമ്മളെ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ്ലി ഇവിടെ നമ്മളെ എച്ച് പിയുടെ ഓമൻ ഹബിലൊക്കെ ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊക്കെ ഇനി പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. കൂടുതൽ അപ്ഡേഷൻസൊക്കെ അതിൽ വരും. കാരണം നമുക്ക് ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന ഓപ്ഷൻസൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ സർവീസ് ലോഗിനൊക്കെ നമ്മൾ ടോൾ ഫ്രീയിലൊക്കെ വിളിച്ച് ആവശ്യമുണ്ടാവും. ഇനി അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഇതിൽ അപ്ഡേഷൻ വരിക, നമുക്കിതിൽ കംപ്ലയിൻറ്റ് എന്താണ് കാണിച്ചു തരും. ജസ്റ്റ് കേസ് ഐ ഡി വാറണ്ടി ഉണ്ടെങ്കിൽ കേസ് ഐ ഡി ഒക്കെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് ടെക്നീഷ്യൻ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ ഭാവിയിൽ ഇതിൽ ആഡായി വരും. ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഓഡിയോ കൺട്രോൾ ചെയ്യുക, ഡിസ്പ്ലേ എല്ലാം ഇതിലുണ്ട്. ഇതാണ് എച്ച് പിൻ്റെ എൻ്റെ ഒരു ആപ്പ്. അതുപോലെ അടുത്തൊരു ഇതാണ് എച്ച് പിൻ്റെ തന്നെ എൻ്റെ ഒരു ആപ്പ്. ഇത് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ആപ്പാണ്. ഓക്കെ, അത് അപ്ഡേഷൻ കാര്യങ്ങളും ഫസ്റ്റ് ടൈം ഉണ്ടാവും. അതുപോലെ ഇത് സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് സെക്യൂർ ആണ്. വേറെ സിസ്റ്റങ്ങളൊക്കെ ഓപ്പൺ ആക്കുമ്പോഴും ഇതൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. സ്പീക്കർ വളരെയധികം സ്മൂത്തായ ഒരു സൗണ്ട് സിസ്റ്റമാണ്. ഹെവി സൗണ്ടല്ല, സൗണ്ട് ക്ലാരിറ്റി ഒക്കെയാണ്. ഇതാണ് അടുത്ത എച്ച് പിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള പോളി ക്യാമറ. അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് അതിലൂടെ പേര് ഇതിലേത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പേരൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്യാം. പിന്നെ ഓട്ടോ സൂമിങ്, ഓക്കെ, അതൊക്കെ തേർഡ് പാർട്ടി ഈ ആപ്പിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമില്ല. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചേഞ്ചിങ്, ഓഫീസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രൈറ്റ്നെസ് കൂട്ടാൻ, ഫ്ലിക്കർ എല്ലാം ഈ ഓപ്ഷൻസും ഈ ആപ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് പിന്നെ ലോഗോ സെറ്റ് ചെയ്യാനുള്ളത് വാട്ടർമാർക്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പ് ഇല്ലാതെ തന്നെ ക്യാമറയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്യാന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ പോളി ക്യാമറൻ്റെ ഒരു പ്രത്യേകത. ഇത് നേരിട്ട് നമുക്ക് സൂമിലേക്കും സ്കൈപ്പിലേക്കും എല്ലാം നമുക്കിത് നേരിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. കളറിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എല്ലാ എഫക്റ്റും ഉണ്ട്. അതുപോലെ 2K അതൊരു വെബ് ക്യാം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്തായി പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറയാണ് ഇതിൻ്റെ ഒമ്നിബുക്ക് വരുന്നത്. 2Kയിൽ വരാൻ നമുക്ക് ക്യാമറ UHDയിൽ വാട്ടർമാർക്ക് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് വേണ്ട പേരും കാര്യങ്ങളും ലോഗോയും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മാറ്റിയിട്ട് ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. അത് ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമില്ല. എല്ലാ ക്യാമറയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും പോളി ക്യാമറൻ്റെ ഓഡിയോയിൽ വരും. ഓക്കെ, അതുപോലെയുള്ള ഒരു AI ഫീച്ചറാണ്. ഇതിലാണ് നമ്മൾ ഡിസ്കവർ, പെർഫോം, അനലൈസ് എല്ലാം വരുന്നത്. ഇതിൽ അക്കൗണ്ട് തുടങ്ങണം എങ്കിൽ നമുക്ക് നേരിട്ട് ഡിസ്കവറിൽ നമുക്ക് PDF ഒക്കെ അപ്ലോഡ് ചെയ്താൽ നമുക്ക് വേണ്ടതൊക്കെ ഷോർട്ട് ചെയ്ത് തരാം. എല്ലാ ആപ്പിൻ്റെ പെർഫോമൻസിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കീബോർഡിൽ നിന്ന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കീബോർഡിൽ നിന്ന് കംപ്ലൈൻറ്റ് സെർച്ച് ചെയ്താലൊക്കെ അതിൽ ആൻസേഴ്സ് വരും. പിന്നെ മൈ എച്ച് പി ഈ ഒരു ആപ്പ്, അതും ലാപ്ടോപ്പ് ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. അതും നെക്സ്റ്റ് ജനറേഷൻ എച്ച് പിൻ്റെ ലാപ്പുകളിൽ മാത്രം വരുന്ന ഫീച്ചേഴ്സാണ്. കോപ്പൈലറ്റ് പ്ലസ് വരുന്നുണ്ട്. പെയിൻറ്റ്, ക്രിയേറ്റീവ് ഒക്കെ നമുക്ക് എല്ലാ ലാപ്പുകളുള്ള പോലെ തന്നെ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ജനറേഷൻ AI ഏകദേശം നമുക്ക് 79,990 മുതലാണ് നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പുകൾ ഇറങ്ങിയിട്ടുള്ളത്. ഇത് അൾട്രാ 5-ലാണ്, അതായത് 47 ടോപ്സ്. Ryzen 5 വരുന്നുണ്ട് 50 ടോപ്സ്, 55 ടോപ്സ് വരുന്ന Ryzen 7 മോഡൽസ് ഉണ്ട്. അൾട്രാ 9 ഉണ്ട്, അൾട്രാ 7 ഉണ്ട്, അൾട്രാ 5 ഉണ്ട്. ഒരുപാട് മോഡൽസ് നെക്സ്റ്റ് ജനറേഷൻ AI വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒമ്നിബുക്ക് തന്നെ നെക്സ്റ്റ് ജനറേഷൻ AI അല്ലാത്ത മോഡൽസും മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്.
ഇതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹങ്ങളും താഴെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.